വെൽക്കം ടു ഡ്രീംസ് കിച്ചൻ. ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. കാഷ്യൂനട്ട് കൊണ്ടുള്ള പക്കോടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കാഷ്യൂനട്ട് പക്കോട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി അരിഞ്ഞത് വേണം. ഒരു 4 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തത്, കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, 1.5 സ്പൂൺ പെരിജീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പക്കോടയിലേക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക. സവോളയും പച്ചമുളക് ഇഞ്ചിയൊക്കെ. ഇതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ഒരു 1/4 സ്പൂൺ കായം പൊടിച്ചത് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഈ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ടിലൊക്കെ നല്ലപോലെ കോട്ടാവുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്കോട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ പോർഷനാക്കിയിട്ട് മാവിട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂനട്ട് പക്കോട ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.